നമസ്കാരം സുഹൃത്തുക്കളെ, ഇതാണ് അത്തി എന്നുള്ളൊരു ചെടി. വളരെ വലുതായിട്ട് വളരുന്ന ഒരു 3 ആൾ പൊക്കമൊക്കെ വയ്ക്കുന്ന ഒരു ചെടിയാണ് ഈ അത്തിമരം എന്ന് പറയുന്നത്. അത്തിമരത്തിൽ നിന്നാണ് ഈ അതിൻ്റെ ഫ്രൂട്ട്, ഫിഗ് എന്ന് പറയും ഇംഗ്ലീഷിലെ, ഫിഗ് ഫ്രൂട്ട് കിട്ടുന്നത്. ഈ ഫിഗ് ഫ്രൂട്ട് അല്ലെങ്കിൽ അത്തി പഴം കടകളിലൊക്കെ, ഈ റെസ്റ്റോറൻറ്റിൽ, അതുപോലെ തന്നെ ഫ്രൂട്ട് വിൽക്കുന്ന കടയിലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ഫ്രൂട്ടാണ്. മൂലക്കുരുവിന് കൺകണ്ട ഔഷധമാണ്. മൂലക്കുരു സാധാരണ വരുന്നവർക്ക്, മൂലക്കുരുവിൻ്റെ ശല്യം വരുന്നവർക്ക് ഈ അത്തിപ്പഴത്തിൻ്റെ സ്ലൈസ് ചെയ്ത ഭാഗം ദിവസവും രാവിലെ 2-3 വീതം കഴിച്ചു കഴിഞ്ഞാൽ ആശ്വാസമാണ്, വളരെയധികം ആശ്വാസം കിട്ടും. പിന്നെ ഇത് നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ, കടകളിൽ ലഭിക്കും. ഈ അത്തിപ്പഴം സ്ലൈസ് ചെയ്ത്, നല്ല രുചികരമായ ഒരു പഴമാണ് അത്തിപ്പഴം. ഇത് സ്ലൈസ് ചെയ്ത് ഉണങ്ങിയ രീതിയിലാണ് അവർ തരുന്നത്. നേഴ്സറികളിൽ ഇതിൻ്റെ ചെടി വാങ്ങാൻ കിട്ടും. സാധാരണ വളപ്രയോഗം മാത്രം മതി. അതായത് നിങ്ങൾക്ക് ജൈവവളം മാത്രം ഇട്ട് കൊടുത്താൽ അത്തിമരം പെട്ടെന്ന് വളർന്നോളും. പക്ഷേ വീടിൻ്റെ അടുത്തൊന്നും ഈ മരം വെക്കരുത്. കാരണം ഇതിൻ്റെ ഈ വേരുകളെന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മുടെ ഭിത്തിയും അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ മാറി വീട്ടിൽ നിന്ന് ഒരു ഏകദേശം ഒരു 10 മീറ്ററെങ്കിലും മാറ്റിയിട്ട് വേണം ഈ ഒരു ചെടി വെക്കാനായിട്ട്. കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ വേരൊക്കെ ഇറങ്ങി വീടിന് ദോഷം ചെയ്യും. ഹൈന്ദവ വിശ്വാസപ്രകാരം വളരെയധികം പ്രാധാന്യമുള്ള ചെടിയാണ് അത്തിമരം എന്ന് പറയുന്നത്. എന്തായാലും അത്തിമരത്തിൻ്റെ ഈ ഫ്രൂട്ട് ഉണ്ടല്ലോ, അത് ഗർഭിണികൾ കഴിക്കുമ്പോഴൊന്ന് ഡോക്ടർക്ക് ചോദിച്ചിട്ട് മാത്രം കഴിക്കുക. കാരണം വെച്ചാൽ അത് ഗർഭിണികൾക്ക് അത്ര നല്ലതല്ല. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സഹോദരങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.